പാലക്കാട് നിന്ന് ഒപ്പം മുഹമ്മദ് അസ്ലം കൂടി നമ്മോടൊപ്പം ഉണ്ട്. അസ്ലം, ആദ്യത്തെ 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ 6.34% ആളുകൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് കണക്ക്. ഈ കണക്കിന്റെ ഒരു തുടർച്ച ഉണ്ടായാൽ എന്തായിരിക്കും ഒരു ഫൈനൽ കൗണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്? 75.27% എന്ന് പറയുന്ന കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തെ മറികടക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ആദ്യ മണിക്കൂറിൽ 6.34 എന്ന് പറയുന്ന ഔദ്യോഗിക കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അതായത് 8% അടുപ്പിച്ച് പോളിംഗ് ശതമാനം എത്തി എന്നാണ് നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അതായത് പോളിംഗ് ശതമാനം ആദ്യ മണിക്കൂറുകളിൽ ഏറ്റവും നല്ല പോളിംഗ് ശതമാനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്കൂളുകളിലൊക്കെ തന്നെയും പോളിംഗ് ബൂത്തുകളിലൊക്കെ തന്നെയും വോട്ടർമാരുടെ നീണ്ട നിര തന്നെ കാണുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെയും രാവിലെ വോട്ട് രേഖപ്പെടുത്തിയിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു വാശിയോടുകൂടി ആൾക്കാർ വന്ന് വോട്ട് ചെയ്യുന്നത് പോലെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സുകളിൽ തീരുമാനങ്ങൾ, ആൾക്കാർ വോട്ട് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനം ഏറെക്കുറെ ഉറച്ച ഒരു മട്ടിൽ തന്നെയാണ് ഉള്ളത്. പലരോടും നമ്മൾ സംസാരിക്കുമ്പോൾ രാവിലെ തിരക്കുള്ളതുകൊണ്ട് മാത്രം വന്നവർ കുറെ ആൾക്കാരുണ്ട്. അതേസമയം തന്നെ വോട്ട് ചെയ്യണം, നല്ല ആവേശകരമായ തെരഞ്ഞെടുപ്പാണല്ലോ, അതുകൊണ്ട് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വന്ന ആളുകളുണ്ട്. അങ്ങനെ ആവേശകരമായ രീതിയിൽ തന്നെയാണ് വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാവിലെ വോട്ട് ചെയ്ത് പോകാൻ തീരുമാനിച്ചാണ് അപ്പോൾ. അതെ അതെ അതെ, മൊത്തത്തിൽ ആവേശമുണ്ടോ എല്ലാ സ്ഥലത്തും? ആൾക്കാരെ വോട്ട് കൂടുന്നു ഉദ്ദേശിച്ചാണ് പറയുന്നത്. രാവിലെ വോട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതെ അതെ അതെ, ആര് ജയിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആര് ജയിക്കും നമുക്ക് 23-ാം തീയതി കാണാം. പോളിംഗ് ശതമാനം കൂടുന്നു തോന്നുന്നു അല്ലേ? ആളുകൾ നല്ല ആവേശത്തോടെ രാവിലെ വരുന്നുണ്ട് വോട്ട് ചെയ്യാൻ. എല്ലാവരും വരുന്നുണ്ട്, എല്ലാവർക്കും ജോലിക്ക് പോകണ്ടേ. പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നുണ്ടോ? വോട്ട് കഴിഞ്ഞു പോകുന്നുണ്ടോ? നമുക്കറിയാം, ഞാൻ ഒരു അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാണ് അല്ലേ? അങ്ങനെ സ്ഥിരമായിട്ട് വോട്ട് ആദ്യമേ ചെയ്യാൻ വരാൻ അല്ല സ്ഥിരമായിട്ട് വോട്ട് ചെയ്യാറുണ്ട് അല്ലേ? ഈ ബൈപ്പോളിന്റെ ഇലക്ഷൻ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശം ഉണ്ടോ ആൾക്കാർ? ഉണ്ടോ, ഒരുപാട് ഉറപ്പായിട്ടും. കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണോ? കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇവിടെ? കുഴപ്പമില്ല, ഞാൻ എത്ര എത്ര മണിക്കൂറാണെങ്കിൽ വെയിറ്റ് ചെയ്യും? എത്ര മണിക്കൂറാണെങ്കിൽ വെയിറ്റ് ചെയ്യും? നിങ്ങൾ നിൽക്കില്ല, ഞാൻ 1 മണിക്കൂർ യാത്ര നോക്കാം. തീർച്ചയായും. ഐ എം ഡൂയിങ് ലൈക്ക് ദാറ്റ്. മൈ വർക്ക് വാസ് ദാറ്റ്. ഐ എം എ കെമിക്കൽ എഞ്ചിനീയർ. ആവേശകരമായി തന്നെ അദ്ദേഹം പ്രതികരിക്കുന്നത്. നല്ല ആവേശം പോളിംഗിന്റെ ആവേശമുണ്ട്. പ്രശ്നമുണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. നോക്കി, സ്ത്രീകളുണ്ട്, യുവാക്കളുണ്ട്, വൃദ്ധരുണ്ട്, എല്ലാവരും അറിയില്ലേ ഒരു ആവേശത്തിൽ തന്നെയാണ് പോളിംഗ്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നല്ല ഗംഭീര ആവേശത്തിലാണ് തന്നെ പറയാം. സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള വലിയ നിര ഇപ്പോഴും ക്യൂ നിൽക്കുന്നു. നമ്മൾ 184 ബൂത്ത്, ആക്സിലറി ബൂത്ത് അടക്കം 184 ബൂത്തിലും വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. 5-6 ബൂത്തുകളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് യന്ത്രം തകരാറിലായത് കാരണം പ്രശ്നത്തിൽ തുടങ്ങിയിരുന്നത്. അതേസമയം അത് പിന്നീട് പരിഹരിച്ചാൽ ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ പോളിംഗ് വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ കുറച്ച് കയറി ഇറങ്ങാനുള്ള സമയം വൈകുന്നു മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. 6.34% എന്ന് പറയുന്നത് ആദ്യത്തെ മണിക്കൂറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതേസമയം അത് വീണ്ടും ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വർദ്ധിക്കും. 75.27 എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനം. അത് കുറച്ചുകൂടി ഒരു പക്ഷേ പിന്നെ അത് കൂടുമോ കുറയുമോ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. അതേസമയം അതിലേക്ക് എന്തായാലും വല്ലാണ്ട് കുറവൊന്നും രേഖപ്പെടുത്താനുള്ള സാധ്യത നമുക്ക് കാണുന്നില്ല. സ്ത്രീകളുടെ എങ്ങനെ വോട്ടിംഗ് കുറെ നേരം നിൽക്കുന്നു, അതോ പെട്ടെന്ന് പോകുന്നുണ്ട് ആൾക്കാര് കയറിയവരൊക്കെ? ജോലി ഉള്ളതുകൊണ്ട് നേരത്തെ വന്നിട്ട് പോകുന്നു. കുറെ നേരം കാത്തിരിക്കുകയാണോ? വോട്ട് ചെയ്തിട്ട് തന്നെ പോവും, ആവേശത്തിലാണ്. തീരുമാനിച്ചുറപ്പിച്ചിട്ടായിരിക്കും കുറച്ച് വന്നിട്ടുണ്ടാവും അല്ലേ? അല്ലേ, മനസ്സിലെന്താ രാഷ്ട്രീയമാണോ വികസനമാണോ എന്തൊക്കെയുള്ള സ്ഥാനാർത്ഥികളാണോ മനസ്സിലുള്ളത്? നല്ലത് മാത്രം നടക്കാന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, നല്ലത് നടക്കുന്ന മാത്രമേ ഉള്ളൂ. പോളിംഗ് കുറച്ചേരായോ വന്നിട്ട്? സ്പീഡ് നടക്കുന്നുണ്ടോ? ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നുണ്ടോ പെട്ടെന്ന്? വോട്ടിംഗ് എന്തായാലും പിന്നെ വോട്ടർമാരുടെ പ്രതികരണമൊക്കെ വളരെ പോസിറ്റീവാണ്. കാരണം ആവേശത്തോടു കൂടി വോട്ട് ചെയ്യാൻ വന്ന ഒരു പ്രതികരണമാണ് നൽകുന്നത്. നമുക്കറിയാം, സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വലിയ ആവേശകരമായ മുന്നണികളും വലിയ ആവേശകരമായ പ്രചരണങ്ങൾ നടത്തിയ ഒരു സ്ഥലമാണ്. ആദ്യം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് അന്ന് മുതൽ ഏറ്റവും അവസാനം വരെ വിവാദങ്ങളും ജനകീയ പ്രശ്നങ്ങളും നേതാക്കളും മുന്നണികളും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും എല്ലാം സജീവമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന 2 തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും വയനാടും ചേലക്കരയും കഴിഞ്ഞതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കളുടെയും ജനങ്ങളുടെയും ആകെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു മണ്ഡലമാണ് പാലക്കാട്. അതിന്റേതായ ഒരു നമുക്കറിയാം, ഓരോ ബൂത്തുകളിലും കയറി പ്രധാനപ്പെട്ട നേതാക്കളടക്കം ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്താണ്. അവരൊക്കെ പോയി കഴിഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ പാലക്കാടുകാരാണ് രാഷ്ട്രീയ ബൂത്തുകളിൽ ആളുകൾ എത്തിക്കുന്നതിൽ പോലും അതിന്റെ ആവേശം പ്രകടമാണ്. പലതരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു. ഏറ്റവും അവസാനം പരസ്യ വിവാദവും സന്ദീപ് വാര്യർ വിവാദവും ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രതികളിൽ നിന്നും വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും സരിനും സി കൃഷ്ണകുമാർ
വിഭാഗങ്ങളൊക്കെ തന്നെയും രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. എല്ലാവരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വിവാദങ്ങൾ എല്ലാവർക്കും അത് വിവാദങ്ങൾ മറികടന്നുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ വികസനവും അതുപോലെ ജനകീയ പ്രശ്നങ്ങൾ മുൻനിർത്തി വോട്ട് ചെയ്യുന്നതാണ് എല്ലാ സ്ഥാനാർത്ഥികളും പറയുന്നത്. അതേസമയം തന്നെ ഓരോ വിവാദങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി അവർ അത് നടത്തുന്നുണ്ട്. സന്ദീപ് വാര്യർ വന്നത് അനുകൂലമാണെന്ന് പിന്നെ UDF വാദിക്കുന്നു. അതല്ല അതിൽ ആശയക്കുഴപ്പം ന്യൂനപക്ഷ വോട്ടുകൾ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരമൊരു ഒരു വിലയിരുത്തലാണ് CPM കേന്ദ്രങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതിനിടയ്ക്കാണ് രാവിലെ സന്ദീപ് വാര്യർ ജെഫ്രി മുത്തുക്കോയ തങ്ങളെ സുപ്രഭാതം പത്രം സമസ്തയുടെ പത്രം കൂടിയാണ് അതിലാണ് ഇന്നലെ അതുൾപ്പെടെയുള്ള സിറാജിലും സുപ്രഭാതത്തിലാണ് ഇന്നലെ വിവാദമായ പരസ്യം വന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കണം ആ കൂടിക്കാഴ്ച. അങ്ങനെ അത്തരം ചില നീക്കങ്ങൾ രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ഈ രാവിലെ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ പരസ്യ വിവാദം സന്ദീപ് വാര്യരുടെ പ്രവേശനം സംബന്ധിച്ചാണ് ഏറ്റവും പുതിയ വിവാദം. അതിനു മുമ്പ് തന്നെ തുടക്കം മുതൽ സരിന്റെ മാറ്റം മുതൽ തുടങ്ങി LDF സ്ഥാനാർത്ഥി തന്നെ ഒരു വിവാദത്തിന്റെ ഭാഗമായി തന്നെയാണ് LDF സ്ഥാനാർത്ഥി ആയി വരുന്നത്. തുടർന്ന് അങ്ങോട്ടുള്ള വിവാദങ്ങൾ പെട്ടി വിവാദം പല വിവാദങ്ങളൊക്കെ അതേസമയം പെട്ടി വിവാദത്തിൽ ഒരുപക്ഷെ CPM-നെ പെട്ടിയിലാക്കി അല്ലെങ്കിൽ ഒരു കുടുക്കിലാക്കി പിന്നെ കൃഷ്ണ അല്പസമയം മുമ്പ് പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ വളരെ പോസിറ്റീവായ പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ രാഷ്ട്രീയ വിവാദങ്ങൾ ഏതെങ്കിലും മുന്നണിക്ക് രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ LDF-ഉം BJP-യിലും കോൺഗ്രസിലും വിവാദങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണിക്കകത്തും പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ട്. അതേസമയം എല്ലാവരും വളരെ ആവേശത്തിൽ ആളുകളെ വോട്ടർമാരെ എത്തിക്കാനുള്ള ഒരു ശ്രമം സ്വാഭാവികമായി നടത്തി. അതിന്റെ പ്രതിഫലനം ഈ ബൂത്തുകളിലൊക്കെ തന്നെയും നമുക്ക് കാണാൻ കഴിയും. 184 ബൂത്തുകൾ, അതിൽ പുതുപ്പള്ളിത്തെരുവ് ഉൾപ്പെടെയുള്ള വലിയ വോട്ടർമാരുടെ സ്ഥലങ്ങളിൽ ആക്സിലറി ബൂത്ത് ഉണ്ട്. അങ്ങനെയാണ് 184 ബൂത്തുകൾ. അതേസമയം കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് 180 കേന്ദ്രങ്ങളിലാണ്. വോട്ടിംഗ് സുഗമമായി പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിലുണ്ടായ തടസ്സങ്ങൾ, സാങ്കേതികമായ തടസ്സങ്ങൾ പലതും പോളിംഗ് പിന്നെ വോട്ടിംഗ് മെഷീനുകൾ അല്ലെങ്കിൽ യൂണിറ്റുകൾ മാറ്റിവെച്ചുകൊണ്ട് അവിടെയും തടസ്സങ്ങൾ മാറി പുരോഗമിക്കുകയാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ മറ്റോ ഒന്നും തന്നെയും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതും വളരെ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ്. 7 പ്രശ്ന സാധ്യത ബൂത്തുകളാണ് ഈ മണ്ഡലത്തിലുള്ളത്. മൂത്താം തറയിലാണ് അതിൽ കൂടുതലുള്ളത്. ബാക്കി സമീപത്തെ സ്ഥലങ്ങളിലായും മറ്റുമൊക്കെ 7 പ്രശ്ന ബാധിത ബൂത്തുകളുണ്ട്. അവിടെ പ്രത്യേകമായ സുരക്ഷയും വെബ്കാസ്റ്റിംഗിനെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 58 പ്രശ്ന സാധ്യതയുള്ള ബൂത്തുകളുണ്ട്. അവിടെ കേന്ദ്രസേന ഈ 7 സ്ഥലത്തും 58 അടക്കം സ്ഥലങ്ങളിൽ കേന്ദ്രസേനയും വിന്യസിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പല സ്ഥലങ്ങളിലും പോലീസിന്റെ റൂട്ട് മാർച്ചും മറ്റുമൊക്കെ നടന്നിരുന്നു. അങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങളും തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണങ്ങളും വളരെ സജീവമായി തന്നെ നടത്തി. രാഷ്ട്രീയ പാർട്ടികളിലെ പ്രധാനപ്പെട്ട ആൾക്കാർ ഷാഫി പറമ്പിൽ രാവിലെ തന്നെ ഈ മണപ്പള്ളി സ്കൂളിലെ ഗവൺമെന്റ് LP സ്കൂളിലെ ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തു. 93 നമ്പർ ബൂത്തിൽ വന്ന് അദ്ദേഹം വോട്ട് ചെയ്തു മടങ്ങി. സരിനും LDF സ്ഥാനാർത്ഥി സരിൻ വോട്ട് ചെയ്യേണ്ട ബൂത്തിൽ രാവിലെ സാങ്കേതിക തടസ്സം ഉണ്ടായതിനാൽ അദ്ദേഹം മറ്റ് പര്യടനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. 11 മണിയോടെ അദ്ദേഹം എത്തി വോട്ട് ചെയ്യും. C കൃഷ്ണകുമാർ കൽപ്പാത്തിയിലെ ആ സ്കൂളിൽ വന്ന് അദ്ദേഹം വോട്ട് ചെയ്ത് മടങ്ങി. അതായത് പ്രധാന സ്ഥാനാർത്ഥികളിൽ ഇനി സരിൻ മാത്രമാണ് ചെയ്യാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെ വോട്ടില്ല. അതേസമയം രാവിലെ തന്നെ വന്ന് ബൂത്തുകൾ സന്ദർശിച്ചിട്ടാണ് അദ്ദേഹം പോയത്. പ്രധാനപ്പെട്ട നേതാക്കൾ AK ബാലൻ 10 മണിക്കാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുക. VIP വോട്ടേഴ്സ് ഒരുപക്ഷെ വളരെ കുറഞ്ഞൊരു സ്ഥലമാണെന്ന് തന്നെ പറയാം. MP രാജേഷും മറ്റുമൊക്കെ താമസിക്കുന്ന പാലക്കാടാണെങ്കിലും അദ്ദേഹത്തിന്റെ വോട്ട് ഇവിടെ ഇല്ല. VK ശ്രീകണ്ഠനും താമസിക്കുന്ന പാലക്കാടാണെങ്കിലും അദ്ദേഹത്തിന്റെ വോട്ട് മറ്റൊരു മണ്ഡലത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർ വോട്ട് ചെയ്യില്ല. ഒരു വിവാദ വോട്ടുകൾ അല്ലെങ്കിൽ ഇരട്ട വോട്ടുകൾ എന്ന ആരോപണം LDF ഉയർത്തിയതിനെ തുടർന്ന് വലിയ സജീവമായ ചർച്ചയായ സാഹചര്യത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് വോട്ട് നമ്മൾ നോക്കേണ്ടി വരും. BJP ജില്ലാ പ്രസിഡന്റ് 2 സ്ഥലത്ത് വോട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇരട്ട ആരോപണം ഓരോ ആരോപണത്തിലുള്ള ഒരു വോട്ടാണ്. അദ്ദേഹം വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സത്യവാങ്മൂലം ഒക്കെ എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം വോട്ട് ചെയ്യേണ്ടി വരിക. അതിനെക്കുറിച്ച് കൊപ്പം സ്കൂളിലാണ് അദ്ദേഹം വോട്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ നിരീക്ഷിക്കുന്നത്. അദ്ദേഹം വോട്ട് ചെയ്യാൻ വരുമോ ഇല്ലേ എന്നുള്ളത്. രണ്ടായാലും അക്കാര്യത്തിൽ വാർത്തകളുണ്ടാവും. ഈ 2000-ഓളം വോട്ടുകളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 2 വോട്ട് ഇരട്ട വോട്ടാണെന്നുള്ള ആരോപണം CPM ഉന്നയിച്ച ആ വോട്ടുകളിൽ ഒരു പ്രത്യേകമായ ലിസ്റ്റ് അവർ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അതൊന്ന് പരിശോധിച്ചതിന് ശേഷം സത്യവാങ്മൂലം ഒക്കെ മാറ്റിവെച്ചിട്ടായിരിക്കും വോട്ട് ചെയ്യുക. ചലഞ്ച് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ചലഞ്ച് വോട്ടെന്ന തരത്തിൽ മാറ്റിവെക്കുകയും ചെയ്യും. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ഏജന്റുമാർ, ബൂത്ത് ഏജന്റുമാർ ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൽപ്പിക്കും, അല്ല ശ്രദ്ധയെ വയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പോളിംഗ് സജീവമായി തന്നെ പുരോഗമിക്കുന്നു. മറ്റ് അക്രമ സംഭവങ്ങളോ സംഘർഷ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ മണിക്കൂറിൽ 6.34% എന്ന് പറയുന്ന വോട്ടിംഗ് കഴിഞ്ഞ 8% അടുപ്പിച്ചേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നു. രണ്ടാമത്തെ മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ കൃത്യമായ ഔദ്യോഗികമായ കണക്ക്
ലഭിക്കും. 75.26 എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ 2021 വോട്ടിംഗ് ശതമാനത്തിനെതിരെ മറികടക്കുമോ എന്നതാണ് അറിയേണ്ടത്. കഴിഞ്ഞ 2 ഉപതെരഞ്ഞെടുപ്പുകൾ വയനാടും ചേലക്കരയിലും വോട്ടിംഗ് ശതമാനത്തിൽ ഉപതെരഞ്ഞെടുപ്പ് എന്ന രീതിയിലുള്ള വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്ക മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ ബൂത്തുകളിലും പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ആളുകളെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള സജീവമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഫലപ്രാപ്തി ഉണ്ടായി എന്ന തരത്തിലാണ് ആദ്യ മണിക്കൂറുകളിലെ ഈ നീണ്ട ക്യൂ നൽകുന്നത്. എന്തായാലും സ്ത്രീകളും പുരുഷന്മാരോടക്കം വോട്ടർമാർ പാലക്കാട് ആവേശത്തോടുകൂടി വോട്ടിംഗ് ചെയ്യാൻ എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിഷാദ് ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.